വാ വാ വാ, നിങ്ങൾക്കുള്ള സാധനം കെട്ടിക്കണ്. ഓക്കെ, ഒരു വീട് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിക്കൊരു വീട് ഉണ്ടാവുന്നുണ്ട്. നമുക്കിവിടെ എൻട്രൻസ് വരുന്നുണ്ട്, കയറി ചെല്ലുമ്പോൾ നമുക്കൊരു ഗസ്റ്റ് വാഷ്റൂം കൂടെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കയറി പോയി നേരെ നമ്മുടെ ലിവിംഗ് ഹാളിൽ ചെല്ലണു. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഹാളാണ്. ഒപ്പം തന്നെ നമുക്ക് അത്യാവശ്യം തിരക്കുള്ള ഒരു ബാൽക്കണി വരുന്നുണ്ട് തൊട്ട് ചേർന്നിട്ട്. നമുക്ക് അവിടെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേരെ വന്നു. നമുക്ക് കിച്ചൺ ക്ലോസ്ഡ് കിച്ചൺ, എല്ലാ ഫാമിലിക്കുള്ള സംഭവമാണ്. തൊട്ടടുത്ത് നമുക്ക് മെയ്ഡ് റൂം വരുന്നുണ്ട്, അതിനകത്ത് തന്നെ. പിന്നെ നമുക്ക് വാഷ്റൂം വരുന്നുണ്ട്, പിന്നെ അവിടെ നമുക്ക് ലോണ്ടറി വരുന്നുണ്ടോ. നമുക്ക് അത് കിച്ചണ് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ കോടുകൾ വരുന്നത്, നമുക്ക് അത് വന്നു. ഇനി നമുക്ക് ബെഡ്റൂം നോക്കുക. 2 ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂം കേട്ടോ. ഒന്നിൻ്റെ അകത്ത് നമുക്ക് ഇൻബിൽറ്റ് കബോർഡ് വരുന്നുണ്ട്, ഒന്ന് നമുക്ക് വാക്കിംഗ് ക്ലോസറ്റ് ആണ് വരുന്നത്. നമുക്ക് 2 അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് നോക്ക്, ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ ഏകദേശം 1489 സ്ക്വയർ ഫീറ്റ് നെറ്റ് വരുന്നുണ്ട്. ഗ്രോസ് ആകുമ്പോൾ 1950 സ്ക്വയർ ഫീറ്റും. നല്ല സ്പേഷ്യസ് ലേഔട്ടാണ്. ഇതിന്റെ പ്രൈസ് നമുക്ക് അറിയേണ്ടത് വാക്കാൻസിലാണ്. ഈ പ്രൈസ് നോക്കുമ്പോൾ 2 ബെഡ്റൂം വിത്ത് മെയ്ഡ്റൂമിന്റെ പ്രൈസ് വരുന്നത് 1.8 മില്യൺ ദിറംസാണ് പ്രൈസ് വരുന്നത്. ഇതിൽ നമുക്ക് ആകെ ഡൗൺ പേയ്മെന്റ് 5% ഡൗൺ പേയ്മെന്റ്, ഏകദേശം 90,000 ദിറംസ് കേട്ടോ. ഇനി നമുക്ക് അത് 5% ഡൗൺ പേയ്മെന്റ്. ആഫ്റ്റർ 1 മന്ത് നമുക്ക് 5% ഡൗൺ പേയ്മെന്റ്, 4% രജിസ്ട്രേഷൻ ഫീ അടക്കം 1,62,000 ദിറംസാണ് നമുക്ക് ആകെ വരുന്ന ചെലവ്. അങ്ങനെ നമ്മൾ ഇതിന്റെ 10% കഴിഞ്ഞു. ഇനി നമുക്ക് 2030 പ്രോപ്പർട്ടി ഇവിടെ കയ്യിലേക്ക് കിട്ടുക. അതുവരെ 4 വർഷം സമയമുണ്ട്, 48 മാസം. എല്ലാ മാസവും 0.40% എന്ന് വെച്ചാൽ 7,560 ദിറംസ് നമുക്ക് മന്തിൽ വരുന്നത്. ഇനി നിങ്ങൾ 2-3 വർഷം നിങ്ങൾ കൂടി ജോയിൻ ചെയ്താലും 2 പേരാകുമ്പോൾ അത് നമുക്ക് 3,750 ദിറംസും, 3 പേരാകുമ്പോൾ 2,520 ദിറംസ് നമുക്ക് പെർ മന്ത് വരുന്നുള്ളൂ. ടിൽ ഹാൻഡ് ഓവർ 30% കംപ്ലീറ്റ് ആയി. ബാക്കി 70% നമ്മൾ ഓൺ ഹാൻഡ് ഓവർ എന്ത് ചെയ്യണോ, നമ്മൾ 20 വർഷത്തേക്ക് നമ്മൾ മോർഗേജ് ഇടണോ, അല്ലെങ്കിൽ 25 വർഷം മോർഗേജ് ഇടണോ. 20 വർഷത്തേക്കാണെങ്കിൽ 7,635 രൂപ വരുന്നത്, 25 വർഷത്തേക്കാണെങ്കിൽ 6,651 ദിറംസും. ഇനി നമുക്കിത് കിട്ടുന്ന റെന്റൽസ് ആകുമ്പോൾ ഏകദേശം 11,000 ദിറംസ്, അതായത് 1,30,000 ദിറംസിന് 1,50,000 ദിറംസ് പെർ ഇയർ കിട്ടും. നമുക്കൊരു 11 കൂട്ടിയ മാസം. അങ്ങനെ കൂട്ടിയാൽ തന്നെ നമ്മൾ ഈ പറയുന്ന റെന്റൽസ് കുറച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ കിട്ടുന്ന റെന്റ് നമ്മുടെ EMI എമൗണ്ട് നമ്മൾ എന്താക്കി അടച്ചു തന്നെ നമുക്ക് ഏകദേശം 4,349 ദിവസം നമ്മുടെ പോക്കറ്റിൽ കിട്ടാണ്. ഇന്ത്യൻ റുപ്പീസ് ഇപ്പോഴത്തെ നോക്കി കഴിഞ്ഞാൽ 1,14,726 രൂപ. ഇത് 2026 ഈ പ്രോപ്പർട്ടി കിട്ടുന്നത് നമുക്ക് 2030 ഇൻഫ്ലേഷൻ, ക്യാപിറ്റൽ അപ്രിസിയേഷൻ, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് മക്കളെ ഓപ്പർച്യൂണിറ്റി. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യേണ്ട. ഇതിന്റെ ബാക്കി കാരണം അറിയണമെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വിശദമായി സംസാരിക്കാം.